അല്ലാഹു ആദ്യത്തെ മനുഷ്യനായി ആദം നബിയെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ മലക്കുകളോട് അദ്ദേഹത്തിന് ആദരവ് പ്രകടിപ്പിക്കാൻ കൽപ്പിച്ചു. എല്ലാവരും അതനുസരിച്ചെങ്കിലും അഹങ്കാരിയായ ഇബ്ലീസ് മാത്രം വിസമ്മതിച്ചു. തുടർന്ന് ആദം നബിക്കൊപ്പം സ്വർഗ്ഗത്തിൽ സമാധാനത്തോടെ കഴിയാൻ അല്ലാഹു ഹവ്വ ബീവിയെയും സൃഷ്ടിച്ചു. സ്വർഗ്ഗത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾക്കിടയിൽ അവർ സന്തോഷത്തോടെ ജീവിച്ചു. ദാഹമോ വിശപ്പോ ഇല്ലാത്ത, വെയിലും തണുപ്പുമേൽക്കാത്ത ആ സുന്ദരമായ തോട്ടത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും എന്തു വേണമെങ്കിലും ഭക്ഷിക്കാനും അവർക്ക് അനുവാദമുണ്ടായിരുന്നു. എന്നാൽ സ്വർഗ്ഗത്തിന്റെ ഒരു മൂലയിലുള്ള ഒരു പ്രത്യേക മരത്തെ ചൂണ്ടിക്കാണിച്ച് അല്ലാഹു അവർക്കൊരു മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ ഈ വൃക്ഷത്തിനടുത്തേക്ക് പോകരുത്, ഇതിലെ ഫലം ഭക്ഷിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അതിക്രമകാരികളിൽ പെട്ടുപോകും. എന്നാൽ ആദം നബിയോടുള്ള പകയുമായി ഇബ്ലീസ് അവർക്ക് പിന്നാലെ കൂടി. നേരിട്ട് അവരെ ഉപദ്രവിക്കുന്നതിന് പകരം അവൻ സ്നേഹിതനെപ്പോലെ അഭിനയിച്ച് അവരെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞു. ഈ കനി നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾ എന്നെന്നും ജീവിക്കുന്ന മലക്കുകളായി മാറും, അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഇത് തടയുന്നത് എന്ന് അവൻ അവരെ വിശ്വസിപ്പിച്ചു. തങ്ങളെ സ്നേഹിക്കുന്നവനെന്ന് കരുതി അവന്റെ പ്രലോഭനത്തിൽ അവർ വീണുപോയി. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച നിമിഷം തന്നെ അവരുടെ വസ്ത്രങ്ങൾ അപ്രത്യക്ഷമാവുകയും അവർക്ക് തങ്ങളുടെ നഗ്നത വെളിപ്പെടുകയും ചെയ്തു. പരിഭ്രാന്തരായ അവർ സ്വർഗ്ഗത്തിലെ മരങ്ങളുടെ ഇലകൾ പറിച്ച് ശരീരം മറയ്ക്കാൻ ഓട്ടി. അല്ലാഹുവിന്റെ കൽപ്പന ലംഘിച്ചതിൽ അവർക്ക് വലിയ കുറ്റബോധം തോന്നി. അല്ലാഹു അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഈ മരത്തെ വിലക്കിയിരുന്നില്ലേ? ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞിരുന്നില്ലേ? ആദം നബിയും ഹവ്വ ബീവിയും ഉടൻ തന്നെ അല്ലാഹുവിനു മുന്നിൽ കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചു. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചുപോകും എന്ന പ്രാർത്ഥനയോടെ അവർ പശ്ചാത്തപിച്ചു. കരുണാനിധിയായ അല്ലാഹു അവരുടെ തൗബ സ്വീകരിച്ചു. എങ്കിലും ഒരു നിശ്ചിത കാലത്തേക്ക് ഭൂമിയിൽ ജീവിക്കാനായി അവരെ സ്വർഗ്ഗത്തിൽ നിന്നും താഴേക്കയച്ചു. ആദം നബി ഒരു മലമുകളിലും ഹവ്വ ബീവി മറ്റൊരിടത്തുമായി ഭൂമിയിൽ ഇറങ്ങുകയും നീണ്ടകാലത്തെ അന്വേഷണത്തിനൊടുവിൽ അവർ കണ്ടുമുട്ടുകയും ചെയ്തു. അവിടെ നിന്നാണ് നമ്മൾ കാണുന്ന ഈ മനുഷ്യലോകം ആരംഭിച്ചത്.